ഇന്ന് ചിങ്ങം 3 ഓണക്കാലത്തോടനുബന്ധിച്ച് നല്ലൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിനായി ഒരു ചട്ടിയിൽ 1.5 കിലോ നാരങ്ങ എടുത്ത് അതിൽ വെള്ളം നിറയ്ക്കുക. ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇത് വെക്കുക. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയത് നമുക്കിവിടെ കാണാം. ഇനിയും നാരങ്ങ കഷ്ണിച്ച് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റുക. നാരങ്ങ അച്ചാർ കയ്പില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണിത്. ഇനിയും കുറച്ച് ഉപ്പും വിനാഗിരിയും ഇട്ട് തിളപ്പിക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റിയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ വെക്കുക. നല്ല ഫ്ലേവർ മുന്നിൽ നിൽക്കുന്നതിനായി കുറച്ച് റൈസിൻസ് ചേർക്കുക. പുതുതായി ഒരു ചട്ടി എടുത്ത് അതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ. പുറകെ കടുകും ഉലുവയും ഇടുക. മൂത്ത് വരുമ്പോൾ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഉണക്കമുളക് ചതച്ചത്, കറിവേപ്പില ഇട്ട് മൂപ്പിക്കുക. 3 ദിവസത്തിന് ശേഷം അച്ചാർ ഉപയോഗിച്ചു തുടങ്ങാം. മാത്രവുമല്ല, അച്ചാർ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കേടുവരാതെ ഇരിക്കും. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം പിക്കിൾ പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, കായപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം മാത്രമേ പൊടികൾ ഇടാവുള്ളൂ. ഇനിയും നമ്മൾ നേരത്തെ പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ മിശ്രിതം ചേർക്കുക. കുറച്ച് തണുക്കുമ്പോൾ ശർക്കര ചേർക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ബാലൻസ് കിട്ടും രുചിയിൽ. ശേഷം ചൂടാറുമ്പോൾ വെള്ളമയമില്ലാത്ത ഗ്ലാസ് ബോട്ടിലിലേക്ക് നമുക്കിത് മാറ്റാം.